ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി നമ്മളെ ട്രക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്നതിന് പറ്റിയൊരു ദിവസമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അത് പുറത്തേക്ക് ഇറങ്ങാണ്. വുഡ് സ്റ്റോക്ക് നല്ല അടിപൊളി മഞ്ഞാണ്. ഏതാണ്ടൊരു 15 to 20 സെൻറ്റിമീറ്റർ മഞ്ഞ് പെയ്തിട്ടുണ്ട്. നമ്മളിന്ന് മഞ്ഞത്ത് തുഴയുകയാണ് ഗൈസ്. ആദ്യം നമുക്ക് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി അതിനായിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാണ്ട് അതൊക്കെ സെറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ വുഡ് സ്റ്റോക്ക് ഫുള്ള് മഞ്ഞ് പെയ്ത് മഞ്ഞാൽ മൂടപ്പെട്ടു കേട്ടോ. നമ്മുടെ സഡ്ബറിയിൽ ഇതേ സെയിം അവസ്ഥ കഴിഞ്ഞ ആഴ്ച ആയിട്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സഡ്ബറി പോയി, പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതിനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ട്രക്കിലാണ് പോകുന്നത്. എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ട് ട്രക്കിൽ മഞ്ഞത്ത് ഓടിക്കുന്നത്. നമ്മൾ നമ്മുടെ കുട്ടനെ നേരെ എടുത്തിട്ട് ആ ട്രെയിലറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. വാണിംഗ് ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് സൈഡ് എയർ -2 എന്നൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ ഗൈസ്. നമ്മൾ നമ്മുടെ വണ്ടി ആ സ്പോട്ടിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് നേരെ നമ്മുടെ ട്രെയിലറുമായിട്ട് ബുക്ക് ചെയ്യാം. റോഡ് ഫുള്ള് സ്നോ ആട്ടോ. ഇങ്ങനെ വണ്ടി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുലുങ്ങിയാണ് പോണത്. നിരങ്ങി കുലുങ്ങി. ബട്ട് നൈസാട്ടോ. വിചാരിച്ച അത്ര സീനൊന്നും ഇല്ല. ഇനിയിപ്പോ മുന്നോട്ട് എന്താവും എന്നുള്ള അറിയില്ല. എന്താണേലും നമ്മൾ തകർക്കും, അത്രേ ഉള്ളൂ. കാരണം ഇതാണ് ഇനി ഇതുമായിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. സോ അങ്ങനെ എന്താ പറയാ, നിർത്തിയിട്ട് എടുക്കാൻ നേരത്തൊക്കെ കിടന്ന് സ്പിന്നാവോ ടയറൊക്കെ. ദാറ്റ്സ് ഓക്കെ. അങ്ങനെയാണല്ലോ.
എന്തൊക്കെ ആവും എന്തോ. റോഡിലൊന്നും അധികമില്ല, അത് ആ റോഡായതുകൊണ്ടാണ്, വേറെ എവിടെ ഇല്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് പിക്കപ്പ് ലൊക്കേഷനായ ആമസോണിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബാക്കപ്പിലോട്ട് പോവാണ്. വഴികളുടെയൊക്കെ അവസ്ഥ ഉണ്ടാവും, ഒന്നും ക്ലീൻ ആക്കിയിട്ട് പോലില്ല. ക്ലീൻ ആക്കുന്ന വണ്ടികൾ ഈ സ്ഥലത്തേട്ട് പോലും വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, സ്നോയിൻ്റെ ആ ഒരു കാഠിന്യം എന്തായിരുന്നു എന്നുള്ളത്. ഇന്നലെ സെറ്റ് ആർന്നിട്ടോ, ഭയങ്കര ബ്യൂട്ടിയാണ് കാണാൻ. പക്ഷെ ഓടിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെയാണ്, അല്ലാതെ എല്ലാം ഓക്കെയാണ് ഇവിടെ. പിന്നെ നമുക്ക് വേറെ വണ്ടികളൊന്നും വരാനില്ല. ഇവിടെ വരെ ട്രക്ക് പോളും. നമ്മളിത് ലോഡ് ഡംപ് ചെയ്യുന്നത് ഇവിടെയാണ്. നമുക്കങ്ങനെ നൈസായിട്ട് ഇങ്ങോട്ട് കയറാം. ഫുള്ള് സ്നോയിൽ പൊതഞ്ഞ് കിടക്കുക കേട്ടോ. പൊതഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒന്ന് സെറ്റായിട്ട് കിടക്കുകയാണ്. ഇവരൊന്നും എന്താ ഇതൊന്നും ക്ലീൻ ആക്കാത്തതെന്നാണ്. നമുക്കിനിതായി ഹില്ല് കയറി പോകണം. അവിടെ ഒരു സ്കെയിലിലേക്കൂടെ ഒക്കെ പോകണം. സ്കെയിലിലേക്ക് അവസ്ഥ എന്താണ് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, ഒന്നും പറയണ്ട. ഇത് ഒരു മലേൻ്റെ മേളിലാട്ടോ നമ്മൾ ഈ സാധനം കൊണ്ടിടാൻ പോകുന്നത്. അവിടെ ആ ഒരു കയറ്റമുണ്ട്, ഫുള്ള് മഞ്ഞ്, അനക്കാൻ പറ്റുന്നില്ല വണ്ടി. ആ കുടുങ്ങിപ്പോയി. ഞാൻ ജയ്സാപ്പിനെ വിളിച്ച് നമ്മൾ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇട്ടു, പക്ഷേ ഒന്നും നടക്കില്ല. കാരണം ഇത് കണ്ടോ, ഇന്നലത്തെ മഞ്ഞിൽ ഏതാണ്ട് ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ അടുത്താണ് പൊങ്ങിയത്. ഇവരൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി മാറ്റി ഇട്ടോളാൻ പറഞ്ഞു. അവിടെ ഓൾറെഡി അവരുടെ മുതലാളിയുടെ ട്രക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതാണ് നമ്മൾ അപ്പുറം കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അവിടെയാണ് നമ്മൾ വണ്ടി ഇടേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി മാറ്റി ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവരിനി അത് ക്ലീനാക്കി, എന്താ പറയുക, ക്ലീനാക്കിയിട്ട് നമ്മളോട് വണ്ടി ഇവിടെ തന്നെ ഇടാൻ പറഞ്ഞു. ആകെ കിളി പോയ അവസ്ഥയാണ്. മഞ്ഞത്തുള്ളൊരു പെടലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആ ഒരു ഹില്ല്, അവിടെ നൈസായിട്ട് ഞാൻ പെട്ടു. ഈ ഒന്നും പറയണ്ട, പെട്ടു മീൻസ് അവിടെ കയറുന്നോട് തന്നെ വണ്ടി സ്റ്റക്കായി. വണ്ടി ഇങ്ങനെ സ്പിൻ ചെയ്യുക, വീല് ഫുൾ സ്റ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. എന്നിട്ട് ഇതാ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു രീതിയിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പോവുകയാണ് സ്കെയിലിലേക്ക്. എൻ്റെ പൊന്നു കേസ്, അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിനോട് വിട പറഞ്ഞ് പോരുകയാണ്. ഇത് കണ്ടോ, ഒന്നും വല്ലാത്ത സീനാട്ടോ. ഈ മരത്തിലുള്ള മഞ്ഞൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കും ഇതിൻ്റെ ഭീകരത എന്തോരം ഉണ്ടെന്നുള്ളത്. ഞാനങ്ങനെ എന്താ പറയുക, അടുത്ത ടാസ്കിനായിട്ട് പോവാണ്. അടുത്ത ടാസ്ക് ഇനിയും നമുക്ക് ഇവിടെ ഏതാണ്ടൊരു 2-3 ട്രെയിലറോടെ നമ്മുടെ സെറ്റാണ്. ഈ മരത്തിലൊക്കെ വീണ് കിടക്കണം കണ്ടല്ലേ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത്. സ്റ്റിൽ സ്നോയിങ് ആണ്, അത്രയ്ക്ക് ബാഡ് വെതറാണിന്ന്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളിത് വല്ലതും കാണുന്നുണ്ടോ? ഇവിടെ ഒന്നും ഒരു തുള്ളി മഞ്ഞുമില്ല. അതായത് ഒരു 5 കിലോമീറ്റർ വിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഡെലിവറി ലൊക്കേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു തുള്ളി മഞ്ഞ് പോലും ഇല്ല. അവിടുത്തെ ഒരു അവസ്ഥ എന്താ, അവിടെ മഞ്ഞ് പൊതച്ച് എല്ലാം ഫുള്ള് മഞ്ഞായി. ഇവിടെ നോക്ക്, ഒരു തുള്ളി മഞ്ഞ് പോലും ഇല്ല. ഇവിടെ ഒരു തുള്ളി മഞ്ഞ് പോലും.
ഷിറ്റ് മാൻ, രാവിലെ ജസ്റ്റ് ഒന്ന് ഇവിടെ പെയ്താറുണ്ട്. അവിടെ ഇപ്പൊ സ്റ്റിൽ മഞ്ഞ് വീണോണ്ട് നമ്മള് അടുത്ത ബാക്കപ്പ് ഇടുവാണ് ആമസോണിൽ. Come on, that was actually a good backup, but എന്താ പറയുക, GoPro നിരത്ത് വീണുപോയി. ഒറ്റ കാര്യത്തിന് തന്നെ നമ്മൾ കറക്റ്റ് ബാക്കപ്പ് ഒക്കെ ഇട്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ട്രെയിലർ എടുക്കുകയാണ്. അടുത്ത ട്രെയിലർ ഇവിടെ സെറ്റായി കിടക്കുന്നുണ്ട്. നമുക്കിനി അവനെ പോയി പൊക്കാം. അങ്ങനെ ഗൈസ് നമ്മുടെ ലഞ്ച് ഇതാ ചൂടാക്കി. പിന്നെ ഇവിടുന്ന് എന്തായാലും ഇറങ്ങുമ്പോൾ നമുക്ക് പയ്യെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ റണ്ണിങ്ങിലൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മുടെ ട്രെയിലറൊക്കെ കുക്ക് ചെയ്തു, ഓൾ സെറ്റാണ്. നമ്മൾ ട്രെയിലർ എടുക്കുകയാണ്. നേരത്തെ പോയി അതേ സ്ഥലത്ത് തന്നെ ഇത് ഡെലിവറി ചെയ്യണം. ഇവിടെ നിന്ന് അടുത്താണ്, ഒരു ബ്ലോക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ. മാക്സിമം 25 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ. ഇത് കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഇവിടെ എന്താണെന്നുള്ളത്. നമുക്കിതാ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സൂര്യനും ഇല്ല, വെളിച്ചവും ഇല്ല. അവിടെ ആ വെയിലടിച്ചിട്ട് സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചാൽ ഇവിടെ ഒരു സാധനം പോലും ഇല്ല. ആ മഞ്ഞ് വീണ് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അതാ കട്ട മഞ്ഞാട്ടോ വീണോണ്ടിരിക്കുന്നത്. വീണ്ടും ഇവിടെ കട്ട മഞ്ഞ്. എന്തൊരു നാടാണോ. ഗൈസ് നിങ്ങളിത് കാണുക. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങും കേട്ടോ. ഇങ്ങനെ ഒറ്റൊരു ടാസ്കും കൂടെ ഉണ്ട്. ഇന്ന് എല്ലാ ടൈമിങ്ങും എല്ലാം ഭയങ്കര ഡിലേ ആയി. ഫുള്ള് എന്താ പറയുക, സീനാറുന്നു. അമ്മാതിരി സ്നോ അവിടെ പെയ്ത്. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു നിയർലി 30-35 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് പെയ്തുണ്ട്. അതും വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടും സ്നോ ഇല്ലായിരുന്നു അധികം. ലൈക്ക് ലണ്ടൻ്റെ ഒരു സദേൺ പാർട്ടിൽ മാത്രമേ സ്നോ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഈ ട്രെയിലർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് വേറെ ട്രെയിലർ എടുക്കണം. അപ്പോൾ നമുക്കത് ഇന്ന് ഡെലിവറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താ പറയുക, നമുക്കിനി നാളെ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു പാർട്ട്ണർക്ക് അത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ആമസോണിൽ പോകണം. ഐ ആം ജസ്റ്റ് ഹാവിങ് എ ലോങ് ഡേ. അങ്ങനെയാണ് ട്രക്കിങ്ങിൽ. എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന ടൈമിലൊന്നും എല്ലാം തീർന്നൊന്നും വരില്ല. ഇന്നിപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ഒരു സീൻ ഉള്ളതുകൊണ്ടാട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ലൊക്കേഷനിൽ കാണാം ഗൈസ്. ഓ ഗൈസ്, എന്താ സംഭവിക്കുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം അടിപൊളി സ്നോയാണ്. അടിപൊളി സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ലീൻ ആക്കുന്ന പോലും ഇല്ല. ഇതൊക്കെ വണ്ടി ഇതിലെ ഫ്രണ്ടിൽ പോണ വണ്ടീൻ്റെ ബാക്ക് പിടിച്ച് പോവാന്നല്ലാതെ ഒരു വഴിയില്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ക്ലീൻ ആക്കിയിട്ടും ഇല്ല, തീരെ വിസിബിളും അല്ല. 100-105 പോകേണ്ട റോഡിലാണ് ഇപ്പോൾ നമ്മൾ 40-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ലൈനിൽ കൂടെ ഒന്നും അല്ല വണ്ടി പോണേ. എനിക്കറിയില്ല ഇത് എന്താന്നുള്ളത്. അങ്ങ് പോകും തന്നെ. ഓ മാൻ, നല്ല കിടിലൻ സ്നോ കേട്ടോ. നിങ്ങൾക്ക് ഇത് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ട്
എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ റോഡ് പോലും കാണാൻ പറ്റും. ഇത് ഹൈവേ ആണെന്ന് ഓർക്കണം, 401 ആണെന്ന് ഓർക്കുന്നത്. നമുക്കിനി 26 മിനിറ്റ് കൂടെ ഡ്രൈവ് ഉണ്ട്. ഓ ഷിറ്റ്, മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുക. ഓ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ യാർഡിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ കാറൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി പൊതച്ച് നിൽക്കുകയാണ്. അപ്പോൾ വാട്ട് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിടണം. കാരണം ഇവിടെ നിന്ന് വണ്ടി മാറ്റിയിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്തു നിന്ന് വണ്ടി മാറ്റുകയാണ്. ഇവിടെയാണ് നമ്മൾ ട്രക്ക് ഇടേണ്ടത്. അത് നമുക്ക് ഇവനെ ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം. ഫുള്ള് മഞ്ഞിട്ടോ, വണ്ടിയൊക്കെ ഫുള്ള് മഞ്ഞത്ത് മൂടി. ഓ ഷിറ്റ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞിരിക്കുകയാണ്. പണി കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം നല്ല ടൈമായിട്ടോ. സമയം എന്താ 9 മണിയാവുന്നു. ഇങ്ങനെയൊക്കെയാണ് ലോക്കൽ ഓടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം. എന്താ പറയുക, ഫുള്ള് ഇങ്ങനെയൊക്കെയാണ്. ലൈക്ക് നമുക്ക് അധികം ഓട്ടം ഒന്നും വരുന്നില്ല, പക്ഷെ ഒരുപാട് ടാസ്കുകൾ വരുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് മഞ്ഞത്ത് ട്രക്കും കൊണ്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.